നമസ്കാരം. ഒരു വർഷത്തിലേറെയായി അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ബ്രിട്ടീഷ് വിസ നിയമമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വിരാമമില്ലാതെ നീളുന്നു. സ്റ്റുഡന്റ് വിസക്കാരുടെ കാര്യത്തിൽ അനിയന്ത്രിത ഒഴുക്ക് തടയാൻ പോസ്റ്റ് സ്റ്റഡി വിസക്കാലം 18 മാസമായും ആശ്രിത വിസയിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതും വിലക്കിയ സർക്കാർ സ്കിൽഡ് വർക്ക് വിസ ഉള്ളവരുടെ കാര്യത്തിൽ പാർലമെന്റ് ചർച്ചയും തുടർന്ന് പൊതുജന ഹിതപരിശോധനയും കഴിഞ്ഞിട്ടും മൗനം തുടരുന്നത് ചുരുങ്ങിയത് 22 ലക്ഷം പേരെ ആശങ്കയിലാഴ്ത്തുകയാണ്. വിസ നിയമങ്ങൾക്ക് കാതലായ മാറ്റം സംഭവിക്കുമെന്നും യുകെയിൽ ശമ്പളം കുറവുള്ള പ്രൊഫഷണൽ ജീവനക്കാർ പോലും PR എന്ന പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് കിട്ടാൻ 10 വർഷവും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന കേരളമാരെ പോലുള്ളവർക്ക് 15 വർഷവും വേണ്ടിവരും എന്നുള്ള സൂചനകൾ ഒരിക്കൽ കൂടി അന്തരീക്ഷത്തിൽ എത്തുകയാണ്. വലിയ രീതിയിലുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ഈ കാത്തിരിപ്പ് കാലം അത്രയും വിസകൾ പുതുക്കി ഓരോ കുടിയേറ്റ കുടുംബവും സ്വരുക്കൂട്ടുന്ന പണം അത്രയും ബ്രിട്ടീഷ് സർക്കാരിലേക്ക് എത്തിച്ചേരുമെന്നതാണ് നിയമമാറ്റം വഴി സാമ്പത്തിക ചൂഷണം കൂടിയാണ് നടക്കുന്നത് എന്ന ആരോപണം ഉയരാൻ കാരണമാകുന്നത്. പങ്കാളികളിൽ ഒരാൾക്ക് PR കിട്ടിയാലും ആശ്രിത വിസയിലുള്ള പങ്കാളിക്കും കുട്ടികൾക്കും നിയമമാറ്റങ്ങൾ ബാധകമാകുമ്പോൾ ഇംഗ്ലീഷ് കടമ്പ ഉൾപ്പെടെ തട്ടിത്തടഞ്ഞു വീഴാനുള്ള കുരുക്കുകൾ ഏറെയാണ്. PR നിയമമാറ്റം അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന സൂചനകൾ വരുന്നുണ്ട്. ഹൗസ് ഓഫ് കോമൺസിൽ എത്തിയ വൈറ്റ് പേപ്പറിൽ നിന്നുള്ള സംഗ്രഹം ഇപ്പോൾ സർക്കാർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് PR വിഷയം വീണ്ടും ജനശ്രദ്ധയിൽ നിറയാൻ കാരണമായത്. കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ നിയമമാറ്റങ്ങൾ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുന്നോടിയായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു വ്യാപകമായി കരുതപ്പെട്ടിരുന്നത്. എന്നാൽ എപ്സ്റ്റീൻ ഫയൽ വിവാദമടക്കം പ്രധാനമന്ത്രി കസേര തന്നെ ഇളകിയാടുന്ന സാഹചര്യം വന്നപ്പോൾ കുടിയേറ്റ നിയമമാറ്റം അട്ടത്തു കയറുകയായിരുന്നു. നിയമമാറ്റം ഉണ്ടായാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ശക്തമായ തിരിച്ചടിയുടെ ആക്കം കുറയ്ക്കാമെന്നാണ് സർക്കാരിന് ഉപദേശം കിട്ടിയതെങ്കിലും അതിലേക്ക് ശ്രദ്ധ നൽകാൻ കഴിയാത്ത വിധം പ്രധാനമന്ത്രി അടക്കമുള്ളവർ സർക്കാരിനെ തന്നെ രക്ഷിക്കാനുള്ള യജ്ഞത്തിലാണ് വീണുപോയത്. ഇതോടെയാണ് കുടിയേറ്റ ധവളപത്രം എത്തി ഒരാണ്ട് കഴിഞ്ഞിട്ടും നിയമമാറ്റത്തിൽ സർക്കാർ കള്ളനും പോലീസും കളിക്കുന്ന അവസ്ഥയിലായത്. അതിനിടെ നിയമമാറ്റം വൈകാൻ രാഷ്ട്രീയ അസ്ഥിരതയാണ് പ്രധാന കാരണമായി പറഞ്ഞു കേൾക്കുന്നതെങ്കിലും സർക്കാരിലും കടുത്ത നിയമമാറ്റത്തെ എതിർക്കുന്ന ജൂനിയർ MPമാരുടെ വികാരവും ഒരു കാരണമാണ്. കുടിയേറ്റക്കാർ ഒന്നിച്ചെതിരായാൽ പലരുടെയും രാഷ്ട്രീയ ഭാവി വെള്ളത്തിലാകുമെന്ന് തിരിച്ചറിവും ഇതിന് കാരണമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി രാജ്യമൊട്ടാകെ കടപുഴകി വീണതോടെ കുടിയേറ്റ വോട്ടുകൾ കൂടി നഷ്ടമായാൽ പാർട്ടി തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യവും ശക്തമായതും കുടിയേറ്റ ബിൽ കോൾഡ് സ്റ്റോറേജിൽ കയറാൻ കാരണമായെന്ന വിലയിരുത്തലാണ്. എന്നാൽ ബില്ല് നീട്ടിവെക്കാൻ സാധിക്കില്ല എന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ബിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും സർക്കാരിന് ചിന്തിക്കാതിരിക്കാനാകില്ല. ഇപ്പോൾ 2027 തുടക്കത്തിൽ ബിൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ എത്തി തുടങ്ങിയ 2022 മുൻപുള്ളവരെ നിയമമാറ്റം ബാധിക്കാത്ത വിധത്തിലാകും തീരുമാനമെന്നാണ് പുതിയ സൂചന. 2022 തുടക്കത്തിൽ വന്നവർക്ക് പോലും 2027 നിയമമാറ്റം സംഭവിച്ചാലും PR അപേക്ഷ നൽകാൻ തടസ്സമുണ്ടാകില്ല. നിലവിലെ കണക്കിൽ ഏകദേശം 22 ലക്ഷം പേരാണ് വിസ കാലാവധി അവസാനിക്കുന്ന ആശങ്കയിൽ കഴിയുന്നതെന്നും കണക്കുകൾ പറയുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടിയേറ്റക്കാർക്ക് കുരുക്കാകുന്ന ഒട്ടേറെ ക്ലോസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചെറിയ കുറ്റങ്ങൾ പോലും PR ലഭിക്കുന്നതിനുള്ള വഴി തടയുമെന്നും ഇപ്പോൾ സൂചനകളുണ്ട്. ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങളിൽ പോയിന്റ് നഷ്ടമാകുന്നതിനപ്പുറം ക്രിമിനൽ സ്വഭാവത്തോടെയുള്ള കുറ്റങ്ങളിൽ നിലവിൽ തന്നെ പലരുടെയും PR അപേക്ഷകൾ 2 വർഷത്തേക്ക് വൈകിയ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇതിനൊപ്പം ആശ്രിത വിസയിൽ ഉള്ളവരും UK VA തത്തുല്യ പരീക്ഷ പാസ്സാകണമെന്നത് ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായ അനേകർക്കും പാരയായി മാറും. B2 ലെവൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നത് പലർക്കും അത്ര എളുപ്പത്തിൽ കടന്നു കയറാനാകില്ല. ഇതിനൊപ്പമാണ് 15 മിനിറ്റ് നേരിട്ടുള്ളൊരു അഭിമുഖത്തിൽ വിജയിക്കണം എന്ന നിർദ്ദേശം. ഹോബി, ജോലി, ഇഷ്ടം തുടങ്ങിയ 5 വിഷയങ്ങളൊന്ന് തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന് മുൻപിൽ 15 മിനിറ്റ് സംസാരിക്കണം എന്നതും PR ലഭിക്കാനുള്ള കടമ്പയിൽ നിർണായകമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ.